കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തങ്കം അടുക്കളയിൽ നിന്ന് ഗാഥയ്ക്ക് വേണ്ടിയിട്ട് ജ്യൂസൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ആ ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതേ സമയം സത്യാവതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും തങ്കത്തിനെ അവിടെ നിന്നും മാറ്റി ആ ജ്യൂസ് ഈ വിഷം തീർക്കാനായിട്ട് ഒരു അവസരം നോക്കി നിൽക്കുവാണ്. അങ്ങനെ തങ്കം ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കാണുന്നതും അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ ജഗ്ഗുണ്ടല്ലോ അത് താഴത്തേക്ക് തട്ടിമറിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടി മാറി നിൽക്കുവാണ്. ഈ സമയം ശബ്ദം കേട്ട് തങ്കം അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ വെള്ളത്തിൽ ജഗ് താഴെ മറിഞ്ഞു കിടക്കുന്നത് കാണുവാണ്ടോ. ഷടാ, ഇതെങ്ങനെ താഴെ വീണത്? നിറയെ വെള്ളമല്ലോ. അങ്ങനെ പറഞ്ഞ തങ്കം അടുക്കളയിൽ വന്ന് മോപ്പൊക്കെ എടുത്ത് ആ ഭാഗത്തെ വെള്ളമൊക്കെ തുടച്ചു മാറ്റി ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ കിട്ടിയ തക്കത്തിന് സത്യവതി അടുക്കളയിലേക്ക് കയറി ഗാഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ഉണ്ടല്ലോ അതിൽ കയ്യിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന വിഷം മുഴുവൻ ചേർക്കുവാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അവിടെ നിന്നും മാറി അടുക്കളയിൽ പുറത്ത് വന്ന് മറിഞ്ഞു നിൽക്കുവാണ്ടോ. ഈ സമയം അവിടെ വൃത്തിയാക്കിയതിന് ശേഷം തങ്കം അവിടെ തിരിച്ചു വന്ന് ആ ജ്യൂസും എടുത്ത് നേരെ ഗാഥയുടെ റൂമിലേക്ക് ചെല്ലുക. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് സത്യവതി. ഈ സമയം റൂമിലെത്തിയ തങ്കമാണെങ്കിൽ ആ ജ്യൂസ് ഗാഥക്ക് കൊടുക്കുക. അങ്ങനെ ഗാഥ അത് വാങ്ങി കുടിക്കാനായിട്ട് ചുണ്ടിനോട് അടുപ്പിക്കുമായിരിക്കും. പെട്ടെന്ന് ഗാഥ പറയണേ, അതെ ഇത് തണുപ്പിച്ചിട്ടില്ലേ, ഇതിൽ ഐസ് ക്യൂബ്സ് ഇട്ടില്ലേ, എനിക്ക് തണുത്ത ജ്യൂസ് വേണം. അന്നേരം തങ്കം പറയുന്നുണ്ട്, തനിക്ക് വയ്യാതിരിക്കുമല്ലേ, അത് കാരണോ തണുത്തൊന്നും എടുക്കാഞ്ഞത്. ആര് പറഞ്ഞു എനിക്ക് എന്ത് വേണം എന്ത് വേണം തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങൾ പോയി ഇതിന് പകരം ഇതിൽ കുറച്ച് ബദാം മിൽക്കും കൂടി ചേർത്ത് നല്ലപോലെ ഐസ് ക്യൂബൊക്കെ ഇട്ട് തണുപ്പിച്ചെടുത്തോണ്ട് പോവാം. പറഞ്ഞത് ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ദേഷ്യത്തിൽ തങ്കം അത് വാങ്ങി നേരെ അടുക്കളയിലേക്ക് വരുവാം. ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, വേണ്ട എന്താണെങ്കിലും ഇത് കളയണ്ട, കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ കുടിച്ചോളാം. അങ്ങനെ പറഞ്ഞ് തങ്കം ജ്യൂസ് അവിടെ തന്നെ വെക്കുവാണ്. എന്നിട്ട് ബദാം മിൽക്ക് ചേർത്ത് ബാക്കിയുണ്ടായിരുന്ന ഈ ജ്യൂസും കൂടി ഒഴിച്ച് അതിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് അത് ഗാഥക്ക് എടുത്തുകൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ തങ്കത്തിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി ഗാഥ കുടിക്കുവാണ്. ഈ സമയം ജനലിൻ്റെ അവിടെ മറിഞ്ഞു നിന്ന് സത്യവതി ഗാഥ ജ്യൂസ് കുടിക്കുന്നത് കാണുന്നുണ്ടാവും. അങ്ങനെ വിഷം ചേർത്ത ജ്യൂസ് കൃഷ്ണ കുടിച്ചു എന്നും പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ. അവർ ഈ സമയം തങ്കം ഉണ്ടാക്കിയ ജ്യൂസിനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട് ഗാഥ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നല്ലപോലെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ അറിയാം അല്ലേ? അല്ലെങ്കിലും ഞാൻ ആരോടുള്ള ദേഷ്യമൊന്നും മനസ്സിൽ വെച്ച് ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. ഓ, നിങ്ങളോടത് ഞാൻ ചോദിച്ചതുമില്ല. ഇതാ നിങ്ങൾ ഉണ്ണിയോടൊന്ന് പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഞാൻ വിളിച്ചോളാം. അങ്ങനെ തങ്കം അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും തങ്കം അടുക്കളയിലേക്ക് വരുന്നത്. അന്നേരം സത്യവതി അവിടെ എത്തുക. ഇതെന്ത് ജ്യൂസൊക്കെ ആർക്കായത്? കൃഷ്ണമോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. എന്നിട്ട് കൃഷ്ണ ജ്യൂസ് കുടിച്ചോ? പിന്നെ അവൾക്ക് കൊടുക്കേണ്ട താമസം അപ്പം തന്നെ കുടിച്ചു തീർത്തു. ഇത് വേണമെങ്കിൽ മാഡം കുടിച്ചോ? എന്നാൽ പിന്നെ ഞാൻ കുടിച്ചേക്കാം, കൃഷ്ണമോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. പോരാത്തതിന് ഭയങ്കര ചൂടും കുറച്ച് തണുപ്പ് ചെല്ലുമ്പോൾ നല്ല ആശ്വാസമാകുമല്ലോ. അങ്ങനെ പറഞ്ഞ് ആ വിഷം ചേർത്ത ജ്യൂസ് ഉണ്ടല്ലോ അത് സത്യവതി തന്നെ എടുത്ത് കുടിക്കുവാണ്. മുഴുവൻ കുടിച്ചിട്ട് ഗ്ലാസ് തങ്കത്തിന് കൊടുക്കുക. ജ്യൂസിന് നല്ല രുചിയുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് സത്യവതി അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പൂജാരി അവിടെ പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യാൻ റെഡിയായിരിക്കുവാണ്. ഈ സമയം നവീനോടും കൃഷ്ണയോടും അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അന്നേരം പൂജയിൽ കർപ്പൂരം കത്തിച്ചു വേണം അവസാനിപ്പിക്കാനെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കർപ്പൂരമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉദയൻ അങ്ങനെ ആ ഒരു ഗൺ പൗഡറൊക്കെ ചേർത്ത് കർപ്പൂരം ഉണ്ടല്ലോ അതാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉദയനും കീർത്തി നിർമ്മലയൊക്കെ ഗാഥയുടെ മുഖമൊക്കെ പൊള്ളുന്നത് കാണാനായിട്ട് കാത്തിരിക്കുവാണ്. അങ്ങനെ നവീനും കൃഷ്ണയുമൊക്കെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം സിത്താരയും ടെൻഷനോട് കൂടി നിൽക്കുവാണ്. പൂജയെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നവീനും കൃഷ്ണയും തമ്മിൽ ശാന്തി മുഹൂർത്തം നടത്തും. അങ്ങനെ അവർ എന്നേക്കുമായിട്ട് ഒരുമിക്കും. അതോടെ എല്ലാം കയ്യിൽ നിന്ന് പോകും എന്നുള്ള മട്ടിൽ നിൽക്കുവാണ് സിത്താര. എങ്ങനെ ഇത് മുടക്കും എന്നാലോചിച്ച് ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി നന്ദനൊക്കെ ആണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ ആ പൂജയിൽ പങ്കെടുക്കുവാണ്. അന്നേരം പൂജാരി പറയുന്നുണ്ട്, രണ്ടുപേരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാനും ദീർഘമാങ്കിലും രണ്ടുപേർക്കും കിട്ടാനും മനസ്സിൽ ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം കർപ്പൂരം കത്തിക്കുക. അതോടെ പൂജാകർമ്മങ്ങൾ തീരും. പിന്നീട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശാന്തി മുഹൂർത്തത്തിലേക്ക് കിടക്കാം. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് നവീൻ. അങ്ങനെ പറഞ്ഞതുപോലെ രണ്ടുപേരും ഭഗവാന് മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമേനി പറയണേ, ഇനി പെൺകുട്ടി തന്നെ ഇതിൽ കർപ്പൂരം കത്തിച്ചോളൂ. അങ്ങനെ മുത്തശ്ശി ആ കർപ്പൂരത്തിൽ തട്ടിപ്പിടിച്ച് കൊടുക്കുക. കൃഷ്ണയോട് കത്തിക്കാൻ പറയുവാണ് കേട്ടോ. കൃഷ്ണ അങ്ങനെ കത്തിക്കാനായിട്ട് തീപ്പെട്ടി കത്തിച്ച് അത് കർപ്പൂരത്തിൻ്റെ അരിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും തീ കെട്ടു പോകുവാണ്. ഈ സമയം മുത്തശ്ശി ടെൻഷനാവുന്നുണ്ട്. അന്നേരം പൂജാരി പറയണേ, സാരമില്ല, മറ്റൊരു കൊള്ളിയെടുത്ത് കത്തിച്ചോളൂ. അന്നേരം മുത്തശ്ശി ഉദയനോട് പറയണേ, ഉദയ നീ ഒന്ന് വന്നേ, ഈ കർപ്പൂരത്തിൻ്റെ തട്ടിൻ്റെ അവിടെ കൈ ഒന്നിങ്ങനെ പിടിക്ക്, നല്ല പോലെ കാറ്റുണ്ട്. അയ്യോ അമ്മേ, എനിക്കൊന്നും വയ്യ എന്നും പറഞ്ഞ് ഉദയൻ ഒഴിഞ്ഞു മാറുവാണ് കേട്ടോ. അന്നേരം നവീൻ പറയണേ, മുത്തശ്ശി ആ തട്ടിങ്ങനാ, എടോ ഗാഥ താനത് പിടിക്ക്, ഞാൻ കത്തിക്കാം എന്നും പറഞ്ഞ് നവീൻ അത് കത്തിക്കുവാണ്.
നവീൻ എങ്ങനെ കത്തിച്ച് ആ കർപ്പൂരത്തിലേക്ക് തീ വെക്കുന്നതും അതിൽ നിന്നും തീ ആളിക്കടരുവാണ് കേട്ടോ. അതുകൊണ്ട് കൃഷ്ണ അപ്പം തന്നെ ആ പാത്രം വലിച്ചെറിയുന്നുണ്ട്. ഈ സമയം അവിടെ പെട്ടെന്ന് സ്ലിപ്പായ ഉദയനാണെങ്കിൽ ആ തീ കത്തിപ്പെട്ടിരുന്ന പാത്രത്തിന് മീതിയിലേക്ക് പോയി വീഴുവാണ്. അങ്ങനെ ആകെ മൊത്തം പൊള്ളി അലറി കരയുവാണ് കേട്ടോ. ഉദയൻ ഈ സമയം നവീൻ്റെ കൈയും ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടാവും. അന്നേരം ഈ കാഴ്ച കാണുന്നതും സിത്താര വേഗം തന്നെ കൃഷ്ണൻ്റെ അരികിലേക്ക് ഓടി വരിക. മോളെ എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. എന്നാൽ നവീൻ്റെ കൈക്ക് ചെറിയൊരു പൊള്ളൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ നവീനെയും കൂട്ടി സുമിത്രയും കൃഷ്ണയൊക്കെ അങ്ങോട്ടേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശിയും നന്ദനും സിത്താരയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. മുത്തശ്ശി ചോദിക്കണേ, തിരുമേനി എന്താ ഇതൊക്കെ? എന്താ വീണ്ടും ഇത്തരം അനർത്ഥങ്ങൾ വരുന്നത്? അന്നേരം തിരുമേനി പറയുന്നുണ്ട്, എന്താണ് ഇതിന് കാരണം എന്ന് എനിക്കറിയില്ല. ഇതുവരെയുള്ള കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു മുടക്കം ഒരു വീഴ്ചയും വന്നിട്ടില്ല. പ്രശ്നവിധിയിലും പ്രത്യേകിച്ച് പ്രശ്നമുള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിന് പിന്നിലുള്ള കാരണം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഈ സമയം ഉദയനാണെങ്കിൽ ആകെ മൊത്തം പുകഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണേ. അയ്യോ, എന്നെ വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ, ഞാനിപ്പോൾ ചാകുവേ എന്നും പറഞ്ഞ് കരയുവാണ്ടോ. അങ്ങനെ ഉദയനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരിക്കും നിർമ്മലയും കീർത്തിയും. അന്നേരം മുത്തശ്ശി നന്ദനും അങ്ങോട്ടേക്ക് എത്തുക. നന്ദൻ പറയണേ, ഒന്ന് നിന്നേ, പോകാൻ വരട്ടെ. എങ്ങനെയാ കർപ്പൂരത്തിൽ നിന്ന് തീ പടർന്നത്? കർപ്പൂരത്തിൻ്റെ ഉള്ളിൽ ഗൺ പൗഡറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാ അതിൽ പൗഡർ വന്നത്? അതിനുള്ള ഉത്തരം ഉദയനറിയാം. അത് പറഞ്ഞിട്ട് പോയാൽ മതി. എൻ്റെ അളിയ, ഈ സമയത്താണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഇവിടെ മനുഷ്യൻ ആകെ മൊത്തം പുകഞ്ഞു നിൽക്കുവാണ്. നിർമ്മലെ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതേ തന്നിട്ടാ എന്താണെങ്കിലും ഇനി പിന്നീട് വന്നിട്ടാകാം. ആദ്യം എൻ്റെ ഉദയേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ. പാവം കിടന്ന് കരയുന്നത് കണ്ടില്ലേ? അങ്ങനെ രണ്ടിടത്തിന് ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനടുത്തരം കിട്ടിയേ പറ്റൂ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. അന്നേരം നവീൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നവീൻ പറയണേ, അവർ ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ മുത്തശ്ശി, വന്നിട്ട് ആകാം എന്താണെങ്കിലും. അങ്ങനെ കിട്ടിയതക്കത്തിന് ഉദയനെ കൂട്ടി വേഗം തന്നെ നിർമ്മലയും കീർത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. ഈ സമയം നവീനോട് സിത്താര പറയുന്നുണ്ട്, നവീൻ്റെ കൈയും പൊള്ളിയതല്ലേ, നവീന് ഹോസ്പിറ്റലിൽ പോക്കൂടെ? സാരമില്ല, എനിക്കത്ര വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാത്തിനും ഇന്നത്തോടെ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചതാ, പക്ഷേ എല്ലാം ഇങ്ങനെയായി പോയില്ലേ എന്നും പറഞ്ഞ് നിരാശയോടെ നവീൻ റൂമിലേക്ക് കയറി പോകുവാണ് കേട്ടോ. അന്നേരം സുമിത്ര സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്? എന്തൊക്കെ പൂജ ചെയ്തു, എന്തോരം കഷ്ടപ്പാട് സഹിച്ചു, എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് മാത്രം എന്താ ഇതുവരെ അവരാഗ്രഹിക്കുന്നത് പോലെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തത്? ഇനി എത്ര നാൾ ഇതൊക്കെ സഹിക്കണോ അമ്മേ എന്നും പറഞ്ഞ് സുമിത്ര സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം മുത്തശ്ശി പറയണേ, എന്ത് ചെയ്യാനാ, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ നല്ലത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ നിന്ന് ഇതൊന്നും ഭംഗിയായിട്ട് നടക്കല്ലെന്നും വിചാരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ചിലപ്പോൾ വന്നുവന്നിരിക്കും. നീ സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് സുമിത്രയെ ആശ്വസിപ്പിച്ച് മുത്തശ്ശിയും നന്ദനും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സിനി പറയുന്നുണ്ട്, മാഡം, ഇവിടെ നടന്ന കാര്യങ്ങളുടെ എല്ലാം പിന്നിൽ മാഡമാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതെനിക്കും തോന്നി സിനി. എന്താണെങ്കിലും ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ടാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ആദ്യരാത്രി നടക്കുന്നത് തടയാനായിട്ട് പറ്റിയല്ലോ. ദൈവം എൻ്റെ മോളുടെയും കൂടെ തന്നെ സിനി എന്നും പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ സിത്താര. പിന്നീട് കാണിക്കുന്നത് സത്യവതി മൂർത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നതാ. അതേ മൂർത്തി, താൻ തന്ന വിഷമുണ്ടല്ലോ, അത് ഞാൻ കൃഷ്ണയ്ക്ക് കഴിക്കാനുള്ള ജ്യൂസിൽ കലർത്തി കൊടുത്തു. ആ ജ്യൂസ് തങ്കം കൊണ്ട് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അവളത് മുഴുവൻ കുടിച്ചു. ഇപ്പോഴേ അവൾ ചെറിയൊരു മയക്കത്തിലാണ്. അധികം വൈകാതെ അവൾ ഇല്ലാണ്ടാകും അല്ലേട്ടോ മൂർത്തി? പിന്നല്ലാതെ ആവശ്യമുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പതിയെ പതിയെ പ്രവർത്തിച്ചു തുടങ്ങും. ആദ്യം ഒരു മയക്കം, പിന്നീട് മയക്കത്തിൽ തന്നെ ആൾ ചിലപ്പോൾ കാഞ്ഞു പോയേക്കാം. എന്താണെങ്കിലും ഇനി അവൾക്ക് ജീവിതത്തിലേക്കൊരു മടങ്ങി വരവുണ്ടാവില്ല. അത്രയ്ക്ക് കാഠിന്യമുള്ള വിഷമാണ്. അവളുടെ മരണം മേഡ് ഉറപ്പിച്ചോ. അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്